GCC രാജ്യങ്ങൾ 2025 അവസാനത്തോടെ ഏകീകൃത ടൂറിസ്റ്റ് വിസ സംവിധാനം വേഗത്തിൽ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നു. GCC ഗ്രാൻഡ് ടൂറിസം എന്നറിയപ്പെടുന്ന ഈ വിസ സംവിധാനം യൂറോപ്യൻ യൂണിയന്റെ ഷെങ്കൻ വിസ മാതൃകയെ അനുസരിച്ചാണ് രൂപകൽപ്പന ചെയ്യുന്നത്. ഏകീകൃത ഗൾഫ് വിസ സംവിധാനം ഈ വർഷം അവസാനത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. GCC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ അന്തിമ രൂപം ഒരുക്കുന്നതിനായി ഗൾഫ് രാജ്യങ്ങൾ തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഏകീകൃത വിസ സംവിധാനം നടപ്പാകുന്നതോടെ ഗൾഫ് പൗരന്മാർക്കും പ്രവാസികൾക്കും ഗതാഗതം കൂടുതൽ ലളിതമാകുമെന്നും ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1981 മെയ് 25 രൂപീകരിച്ച ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിൽ 6 രാജ്യങ്ങളാണുള്ളത്. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങൾ ഒരേ വിസയുമായി യാത്ര ചെയ്യാം എന്നതാണ് ഈ വിസയുടെ പ്രത്യേകത. വിസയുടെ കാലാവധി 30 ദിവസത്തിലധികം എന്നതാണ്. പ്രാദേശിക ടൂറിസം വളർച്ചയും സന്ദർശകരുടെ എണ്ണം വർദ്ധിപ്പിക്കലും ലക്ഷ്യമിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ഇതോടെ വിസ വിനോദസഞ്ചാര മേഖലയിൽ വലിയ വളർച്ചയ്ക്കും കുതിച്ചുചാട്ടത്തിനും ഇടയാക്കും. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലവിലുള്ള ഷെങ്കൻ വിസയ്ക്ക് സമാനമായ സ്വാധീനമാകും GCC ടൂറിസ്റ്റ് വിസയിലും ഉണ്ടാകുക. 2023 ഡിസംബറിലാണ് GCC സുപ്രീം കൗൺസിൽ ഏകീകൃത വിസയ്ക്ക് അംഗീകാരം നൽകിയത്. GCC രാജ്യങ്ങളിലെ ടൂറിസം മേഖലയിലെ സമഗ്ര വികസനത്തിനും ആഗോള വിനോദസഞ്ചാര മാപ്പിൽ GCC കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നതിനും സഹായകരമാകും. നിലവിൽ വിവിധ രാജ്യങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ ഏകീകരണവും സുരക്ഷാ നടപടികളുടെ സംയോജനവും പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏകീകൃത GCC ടൂറിസ്റ്റ് വിസ സംവിധാനം പ്രാവർത്തികമാകും. അതേസമയം GCC വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഇറാഖ്, കുവൈത്ത് അതിർത്തി പ്രശ്നങ്ങളും ചർച്ചയായി. ഇറാഖ് അധിനിവേശകാലത്ത് കുവൈത്തിൽ നിന്നും കാണാതായവരുടെയും തടവിലായവരുടെയും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നൽകണമെന്ന് കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ അഹ ആവശ്യപ്പെട്ടു. സമുദ്ര അതിർത്തികളെക്കുറിച്ചുള്ള നിലവിലെ കരാറുകൾ ഇറാഖ് അംഗീകരിക്കണമെന്നും കോർ അബ്ദുള്ള ജലപാതയിലെ നാവിഗേഷൻ കരാറുകൾ കർശനമായി പാലിക്കണമെന്നും GCC യോഗം ആവശ്യപ്പെട്ടു.